വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 29 വരെ. വിശുദ്ധ യോഹന്നാൻ അധ്യായം 5, തിരുവചനങ്ങൾ 19 മുതൽ 29 വരെ. യേശു യഹൂദന്മാരോട് പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രനെ സ്വന്തമായി ഒന്നും ചെയ്യുവാൻ കഴിയില്ല. പിതാവ് ചെയ്യുന്നവ പുത്രനും അങ്ങനെ തന്നെ ചെയ്യുന്നു. പിതാവ് തന്റെ പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ സ്നേഹിക്കുവാനായി അതിലും വലിയ പ്രവൃത്തികളും അവനെ കാണിച്ചു കൊടുക്കുന്നു. പിതാവ് മരിച്ചവരെ ഉയർപ്പിച്ച് ജീവിപ്പിക്കുന്നത് പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. പിതാവിനെ എല്ലാവരും ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കുവാൻ പിതാവ് ആരെയും വിധിക്കാതെ വിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. സത്യമായി സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ശിക്ഷാവിധിയിൽ ഉൾപ്പെടാതെ മരണത്തിൽ നിന്നും ജീവനിലേക്ക് കടന്നിരിക്കുന്നു. സത്യമായി സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചോർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം വരുന്നു, അതിപ്പോ തന്നെയുമാകുന്നു. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവൻ ഉണ്ടാകേണ്ടതിന് അവൻ വരം നൽകിയിരിക്കുന്നു. അവൻ മനുഷ്യപുത്രനായതിനാൽ വിധികർത്താവാകുവാനും അവനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. കബറുകളിലുള്ളവരെല്ലാം അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തോർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തോർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനും പുറപ്പെടുന്നതായ സമയം വരുന്നു. ഒരു സ്വല്പസമയം ഇരിക്കാം. വാങ്ങിപ്പോയ എല്ലാ വിശ്വാസികളെയും മരിച്ചവരായ എല്ലാവരെയും നമ്മൾ ഓർക്കുന്ന ഈ സുദിനത്തിൽ ഇന്ന് വായിച്ചതായി തിരുവചനത്തിൽ നമ്മിൽ നിവൃത്തിയാകുന്ന കാര്യം എന്താണ്? മരിച്ചവരിൽ നിവൃത്തിയാകുന്ന കാര്യം എന്താണ്? ഈ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 19 മുതൽ 29 വരെയുള്ള ഈ 10 വാക്യങ്ങളിൽ പിതാവ് പുത്രന് കൊടുത്തിരിക്കുന്ന അധികാരം, നിയോഗങ്ങൾ നമ്മളിൽ 100% അന്വർത്ഥമായിട്ടുണ്ടോ? പുനരുത്ഥാനം ജീവനുമായ യേശുവിനെ മരിച്ചവരെ ഉയർപ്പിക്കാനുള്ള കഴിവും അധികാരവും ശക്തിയുമുണ്ട്. കർത്താവ് മരിച്ചവരെ ഉയർപ്പിക്കുന്ന പരിപാടി തന്റെ പരിശുശ്രൂഷ കാലത്ത് തെളിയിച്ചു കാണിച്ചിട്ടുണ്ട്. ആ വേല ഇന്ന് സഭയിലൂടെ തുറന്നുകൊണ്ടേയിരിക്കുന്നു. ആദ്യം നമ്മുടെ ജീവിതത്തിൽ മരണം വരുന്നത് നമ്മുടെ ദേഹിയുടെ മണ്ഡലത്തിലാണ്. അവിടെയാണ് ആദ്യം ഉയർപ്പുണ്ടാകേണ്ടത്. ഏദൻ തോട്ടത്തിൽ ആദാമിന് ഹോയ്ക്കം കൊടുത്തതായ കൽപ്പനയിൽ അല്ലെങ്കിൽ ആ വചനത്തിൽ വിലക്കപ്പെട്ട പഴം തിന്നുന്ന നാളിൽ മരിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ആ മരണത്തിന്റെ കാര്യം അവർക്ക് മനസ്സിലായില്ല. വിലക്കപ്പെട്ട പഴം തിന്നുന്ന നാളിൽ അവരുടെ ദേഹിയിലാണ് മരണം ഉണ്ടായത്. തിന്നുന്ന നാളിൽ മരിക്കും. അപ്പോൾ വിലക്കപ്പെട്ടതായ പഴം അല്ലെങ്കിൽ ദൈവം വിലക്കിയിരിക്കുന്നത് ചെയ്യുമ്പോൾ, പാപം ചെയ്യുമ്പോൾ മരിക്കുന്നത് നമ്മുടെ ദേഹിയാണ്, നമ്മുടെ സോളാണ്, നമ്മുടെ പ്രാണനാണ്. പക്ഷെ അത് നമ്മൾ അറിയണമെന്നില്ല. പക്ഷെ അത് ക്രമേണ അതിൻ്റെ കെടുതികൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ആദാമിന് ഹവ്വയ്ക്കും വിലക്കപ്പെട്ട പഴം തിന്നപ്പോൾ ദേഹി മരിച്ചിട്ട് അവരുടെ സ്വയാശ്രയത്തിൽ അത് പാതാളം വരെ പോയി എന്നുള്ള കാര്യം 49-ാം സങ്കീർത്തനം 13-14 വാക്യങ്ങൾ കൂടെ നമ്മൾ ഇന്നലെ വായിക്കുകയുണ്ടായി. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഈ ലോകത്തിലേക്ക് പിറന്നു വീണ അന്നേരം മുതൽ മരണവും ജീവനും ഉണ്ടെന്നുള്ള കാര്യം ഒരു സത്യമാണ്. നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ജനിച്ച അന്ന് മുതൽ അമ്മയോടൊത്ത് നമ്മൾ ജീവിക്കുന്നു, അമ്മയോടൊപ്പം മരണവുമായി മല്ലുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ജീവനും മരണവും നമ്മുടെ ശരീരത്തിൽ എന്നും വ്യാപരിക്കുന്നുണ്ടെന്നുള്ളതായ കാര്യം 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിലുണ്ട്. എന്നും എപ്പോഴും മരണം നമ്മുടെ കൂടെയുണ്ട്. പക്ഷെ നമ്മളത് തിരിച്ചറിയുന്നില്ലെന്ന് മാത്രം. അത് യാഥാർത്ഥ്യമാണ്.
ഏതെല്ലാം മരണമാണ് നമ്മളെ നശിപ്പിക്കുന്നത്, ഏത് മരണം നമ്മളെ ജീവനിലേക്ക് ആനയിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നമ്മൾ യേശുക്രിസ്തുവിലാണ് ജീവിച്ച് മരിക്കുന്നതെങ്കിൽ, യേശുക്രിസ്തുവിന് വേണ്ടിയാണ് മരിക്കുന്നതെങ്കിൽ, ആ ജീവൻ യേശുവിൽ മറിഞ്ഞിരിക്കുമെന്ന് കൊലോസ്യർ 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. അപ്പോൾ നമ്മൾ ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയാണ്, ക്രിസ്തുവിനോട് കൂടെയാണ്. ക്രിസ്തുവിലാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർപെടുന്ന, നമ്മുടെ ശരീരത്തിൽ നിന്ന് മരിക്കുന്ന നമ്മുടെ ജീവൻ ഇല്ലാതാകുന്നില്ല. അത് പുനരുത്ഥാന ജീവനുമായി യേശുവിൻ്റെ ഉയർത്തെഴുന്നേറ്റ ശരീരത്തിലേക്ക് കടന്നു പോകുന്നു. സ്ഥലം മാറ്റം മാത്രമേ ഉള്ളൂ. വിശ്വാസിക്ക് മരണമില്ല, സ്ഥലം മാറ്റം മാത്രമേ ഉള്ളൂ. വിശ്വാസിയുടെ വാക്ക്, പ്രവൃത്തി, ചിന്ത മുതലായവ തൻ്റെ ശരീരത്തിൽ നിന്ന് ജീവനെ യേശുവിന് ജീവിക്കാൻ വിട്ടുകൊടുക്കുന്നു. യേശു ജീവിച്ച് ഈ ലോകത്തിലെ വേല തികച്ചിട്ട് സ്വർഗാരോഹണം ചെയ്തതുപോലെ നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർപെടുന്ന ജീവൻ എല്ലാ ദിവസവും യേശുവിന് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ, യേശു ജീവിച്ചിട്ട് യേശുവിൻ്റെ ശരീരം ഇരിക്കുന്നിടത്ത് എന്നേരും എന്നുള്ള പ്രത്യാശയും നമുക്കുണ്ട്. നമ്മൾ ഉറങ്ങിയാലും ഉണർന്നാലും എന്ത് ചെയ്താലും യേശുവിനോടുകൂടെ യേശുവിന് വേണ്ടി ജീവിക്കണമെന്ന് 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 10 മുതലുള്ള ആ വാക്യത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഈ വചനപ്രകാരമാണ് നമ്മൾ ജീവിക്കുന്നെങ്കിൽ, വിശ്വാസത്തിൽ തന്നെയാണ് നമ്മൾ ചരിക്കുന്നെങ്കിൽ നമുക്ക് മരണമേ ഇല്ല എന്നും പറയുന്നുണ്ട്. ജീവിച്ചിരുന്നെങ്കിൽ വിശ്വസിക്കുന്ന ഒരു നാളും മരിക്കുകയില്ല എന്ന് യോഹന്നാൻ 11-ൽ നമ്മൾ വായിക്കുന്നു. എന്നാൽ പാപത്തിൽ മരിച്ചുപോയാൽ നിരാശപ്പെടേണ്ട, പുനരുത്ഥാനം ചെയ്യാനോ യേശുവിന് തന്നെ ശബ്ദം കേൾപ്പിച്ച് നമ്മളെ ഉയർപ്പിക്കാനും കഴിവുണ്ടെന്നുള്ള കാര്യം കേൾപ്പിക്കും. അപ്പം ഇനി 2 തരം മരണവും ജീവനും നമ്മിൽ വ്യാപരിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർപെടുന്ന ജീവൻ യേശുവിന് വേണ്ടി വേർപെട്ട് അത് യേശുവിൽ തന്നെ എത്തിച്ചേരുകയാണെങ്കിൽ, ആ പ്രാണൻ, ആ ജീവൻ യേശുവിൻ്റെ മണവാട്ടിയായി രൂപാന്തരപ്പെട്ട് കല്യാണ മണ്ഡപത്തിൽ എത്തുമെന്നാണ് നമ്മൾ ഏറ്റവും അധികം പ്രത്യാശയോടെ കാത്തിരിക്കുന്ന കാര്യം. ഇന്ന് നമ്മൾ ഈ ദേവാലയത്തിൽ വന്നിരിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിന് ജീവനുണ്ട്. നമ്മൾ ശ്വാസം വലിക്കുന്നു, രക്തം ഓടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർപെട്ട ജീവൻ മുഴുവനും യേശുവിൻ്റെ ശരീരത്തിൽ എത്തിയിട്ടില്ല എന്നുള്ള ഒരു ദുഃഖ സത്യം നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ജനിച്ച അന്ന് മുതൽ നമ്മളിൽ നിന്ന് വേർപെട്ടതായ ജീവൻ മുഴുവനും യേശുവിൽ ആയിട്ടില്ല എന്നുള്ള ഒരു ദുഃഖ സത്യം നമ്മളെ ദുഃഖിപ്പിക്കേണ്ടതാണ്. അത് പുനരുത്ഥാന ജീവനുമായി യേശുവിൻ്റെ ശബ്ദം കേട്ട് ഉയർത്തെഴുന്നേൽക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുകയും കാത്തിരിക്കുകയും വേണമെന്നുള്ള കാര്യങ്ങൾ ഓർപ്പിക്കുന്നു. ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്ന ഒരു നാളും മരിക്കുകയില്ല. ആരെങ്കിലും മരിച്ചുപോയാൽ യേശുവിൻ്റെ ശബ്ദം കേട്ട് ഉയർപ്പിക്കാൻ സാധിക്കും എന്നുള്ള വേദഭാഗം ഇന്ന് നമ്മൾ കേൾക്കുകയുണ്ടായി. പുനരുത്ഥാന ജീവനുമായി യേശുവിൻ്റെ ശബ്ദത്തിന് നമ്മുടെ മരിച്ച പ്രാണനെ ഉയർപ്പിക്കാൻ കഴിവുണ്ട്. നമ്മുടെ ശരീരം യേശുവിൻ്റെ വരവെങ്കിൽ ആ ശബ്ദം കേട്ട് ഉയർത്തെഴുന്നേറ്റ് വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇനി 2 തരം മരണവും 2 തരം ഉയർപ്പിൻ്റെ കാര്യവും നമ്മളിപ്പോൾ കേൾക്കുകയുണ്ടായി. അതുകൊണ്ട് ഇന്ന് എല്ലാ മരിച്ചവരെയും ഓർക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ മരിച്ച വശവും കൂടെ നമ്മൾ ഓർക്കുക. ഈ ഭൂമിയിൽ നിന്ന് ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ട് പ്രാണനും മുഴുവനും വേർപെട്ട് ആത്മലോകത്തിലേക്ക് കടന്നുപോയ ആ വാങ്ങിപ്പോയവരെ നമ്മൾ ഓർക്കുന്നു. അവരിലും മരിച്ചതും ജീവനുള്ളതുമായ വശമുണ്ട്. ഈ ഭൂമിയിൽ വെച്ച് 100% പ്രാണന് ഉയർത്തെഴുന്നേറ്റ് യേശുവിലാകാതെ മരിച്ചു പോകുന്നവർ ആത്മലോകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവരുടെ ജീവനുള്ള വശം യേശുവിൻ്റെ ഉള്ളിൽ കാണും, മരിച്ച വശം പിശാചിൻ്റെയിലും കാണും. അതാണ് 49-ാം സങ്കീർത്തനവും 23-ാം സങ്കീർത്തനവും നമുക്ക് തരുന്ന സന്ദേശം. 2 ഇടയനും 2 തൊഴുത്തും ഉണ്ടാകാൻ നമുക്ക് സാധ്യതയുണ്ട്. അതാണ് ജീവിതത്തിലെ ഏറ്റവും ദുഃഖകരമായ അനുഭവം. അസ്വസ്ഥതയുടെയും അസമാധാനത്തിൻ്റെയും കാരണം 2 ഇടയൻ്റെയും 2 തൊഴുത്തുകളുടെയും തമ്മിലുള്ളതായ സംഘടന. ഏതാണ് ഒരു തൊഴുത്ത്? മാമോദിസ ഏറ്റപ്പോൾ നമ്മുടെ പ്രാണൻ, അന്നത്തെ പ്രാണൻ യേശുവിലേക്ക് കയറി. അന്നത്തെ നമ്മുടെ ആത്മാവും ആ പ്രാണനോട് ചേർന്ന് യേശുവിൻ്റെ ഉള്ളിലായി സ്വർഗം വരെയും ഉയർന്നു പോകുന്ന ഒരു വശം നമുക്കുണ്ടെന്ന് എഫേസ്യർ 2-ന്റെ 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുകയുണ്ടായി. അങ്ങനെ നമ്മളിൽ ഉയർത്തെഴുന്നേറ്റൊരു വശമുണ്ട്. എന്നാൽ സ്വയത്തിൽ ആശ്രയിച്ച് പാതാളത്തിൽ പോയൊരു വശവുമുണ്ട്. പാതാളത്തിൽ പോയ വശം ദൈവശബ്ദം കേട്ട് ഉയർത്തെഴുന്നേറ്റ് നമ്മൾ കാത്തിരിക്കണമെന്ന് 40-ാം സങ്കീർത്തനക്കാരനോട് പറയുന്നു. സ്വയത്തിൽ ആശ്രയിച്ച് പാതാളത്തിൽ പോകുന്ന പ്രാണൻ ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ കാത്തിരുന്ന് നമ്മുടെ നിലവിളി കേട്ട് ദൈവ ശബ്ദം നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വന്ന് വചനമായ യേശു നമ്മളെ ഉയർപ്പിച്ച് തൻ്റെ ഉള്ളിലാക്കണം എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അങ്ങനെ ഉയർപ്പിക്കുന്നതിൻ്റെ ശുശ്രൂഷ തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഇന്ന് പള്ളിയിൽ വന്നിരിക്കുന്ന, ആരാധനയ്ക്ക് വന്നിരിക്കുന്ന നമ്മുടെ ഉള്ളിൽ
ദൈവശബ്ദം കേട്ട് ഇന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ട ഒരു വശമുണ്ടെന്നുള്ള കാര്യം ഇന്ന് വായിച്ചതാ യോഹന്നാൻ 5:19-29 ഭാഗത്ത് വർത്തമാനകാല ക്രിയയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് ഈ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം വരുന്നു, അതിപ്പോൾ തന്നെയാകുന്നു എന്ന് പറയും. വർത്തമാനകാലത്ത് ഇന്ന് നമ്മളുടെ യേശുവിന്റെ ശബ്ദം കേട്ട് ഉയർത്തെഴുന്നേൽക്കേണ്ട ഒരു വശം നമുക്കുമുണ്ട്. അതുകൊണ്ട് ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ട് ആത്മലോകത്തിലെത്തിയ മരിച്ചവരെ മാത്രമല്ല നമ്മൾ ഓർക്കുന്നത്, നമ്മളുടെ ശരീരത്തിൽ സ്വയാശ്രയത്തിൽ ജഡമോഹം കൊണ്ടും കൺമോഹം കൊണ്ടും ജീവിതത്തിന്റെ പ്രതാപം കൊണ്ടും പാതാളത്തിലേക്ക് പോയി മൃത്യുവിനാൽ മേയിക്കപ്പെട്ട് മൃത്യുവാകുന്ന ഇടയനാൽ മേയിക്കപ്പെടുന്ന പാതാളത്തിലായിരിക്കുന്ന പ്രാണനെ ഉയർപ്പിച്ച് കർത്താവിൽ ആക്കുന്ന ഒരു മരിച്ചവരെ ഉയർപ്പിക്കുന്ന ശുശ്രൂഷ ഇന്നുണ്ട്. അപ്പം മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കർത്താവ് തുടങ്ങി, പ്രവൃത്തിയും തുടങ്ങി, അത് സഭയിലൂടെ ഇന്ന് തുടരുന്നു. ആ കാര്യം കർത്താവിന്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ പറയുന്നുണ്ട്. 72 അറിയിപ്പുകാരെയും 12 ശിഷ്യന്മാരെയും ഈരണ്ടായി പല സ്ഥലങ്ങളിലേക്ക് അയച്ചപ്പോൾ അവർ കൊടുത്ത ജോലിയുടെ കൂട്ടത്തിൽ മരിച്ചവരെ ഉയർപ്പിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ യേശുവിന് മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിയുന്ന പോലെ യേശുവിന് ശിഷ്യന്മാർക്കും ഉയർപ്പിക്കാൻ സാധിക്കും. ദൈവത്താൽ അയക്കപ്പെട്ടാൽ, ദൈവത്തിന്റെ വചനം പറഞ്ഞാൽ, ദൈവത്താൽ അയക്കപ്പെട്ടവർ പറയുന്ന വചനത്തിനെ ഉയർപ്പിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ സുവിശേഷ വേല എന്ന് പറയുന്നത് മരിച്ചവരെ ഉയർപ്പിക്കുന്നതും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും രോഗികളെ സൗഖ്യമാക്കുന്നതും ഭൂതങ്ങളെ പുറത്താക്കുന്ന എല്ലാം ശുശ്രൂഷിക്കാത്തുണ്ട്. അതെല്ലാം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ രോഗങ്ങൾ, ശാപങ്ങൾ, ബന്ധനങ്ങൾ, മുറിവുകൾ, ചതവുകൾ മുതലായവ ഉള്ളിടത്തേക്ക് വചനം കടന്നു നമ്മളെ സൗഖ്യമാക്കണമെന്നാണ്. വചനത്തിന് സൗഖ്യമാക്കാൻ കഴിവുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ സങ്കീർത്തനത്തിൽ വചനം അയച്ച് സൗഖ്യമാക്കുമെന്നാണ്. വചനമായ യേശു ആകുന്ന വചനം നമ്മളിലൂടെ വന്ന് ഇന്ന് സൗഖ്യമാകേണ്ട വശമുണ്ട്, ഇന്ന് ദൂരീകരിക്കേണ്ട ഭൂതങ്ങളുണ്ട്, ഇന്ന് ഉയർക്കേണ്ട വശങ്ങളുണ്ട്. 109 സങ്കീർത്തനത്തിൽ ശാപങ്ങൾ വരുന്ന വഴിയെക്കുറിച്ച് നമ്മൾ കേൾക്കുകയുണ്ടായി. ആ ശാപങ്ങൾ നമ്മൾ വസ്ത്രം പോലെ നമ്മുടെ പുറത്തും നമ്മുടെ ഉദരങ്ങളിൽ വെള്ളം പോലെയും അസ്ഥിക്കകത്ത് എണ്ണ പോലെയും കയറുന്നതാവേ. അങ്ങനെ 3 തരം ശാപങ്ങൾ നമുക്കുണ്ട്. ഈ ശാപങ്ങൾ ഉള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് മറ്റുള്ളവരെ വേദനിപ്പിച്ച് രസിക്കുക എന്നുള്ളത്. സാഡിസ്റ്റിക് പ്ലഷർ എന്നാണ് അതിന് സൈക്കോളജിസ്റ്റ് പറയുന്ന ഒരു വാക്കാണ്. മറ്റുള്ളവരെ ദുഃഖിപ്പിക്കുന്നതിൽ സന്തോഷിക്കുന്നത് ശാപത്തിൻ്റെ ലക്ഷണമാണ്. അപ്പം അത് ശാപമുള്ളവർക്കൊരു വിനോദമാണ്. മറ്റുള്ളവരുടെ കുറ്റം പറയുക, അവരെ കളിയാക്കുക, അവർ പൊളയുന്നത് കണ്ട് സന്തോഷിക്കുക, അത് ഏതാണ്ട് വീരകൃത്യമാണെന്ന് തോന്നുക. ഇതൊക്കെ ശാപത്തിൻ്റെ ലക്ഷണമാണെന്നാണ് 109 സങ്കീർത്തനക്കാരൻ പറയുന്നത്. അപ്പം അങ്ങനത്തെ ശാപം നമുക്ക് ഉള്ള ശാപം പോകാതിരിക്കാനും പുതിയ ശാപം കയറി വരാനും പിശാച് ചെയ്യുന്ന ഒരു തന്ത്രമാണ് മറ്റുള്ളവരെ പ്രകോപിപ്പിച്ചും അവരുടെ കുറ്റം പറഞ്ഞും അവരെ അപമാനിച്ചും നമ്മൾ വർത്തമാനം പറയാൻ പ്രേരിപ്പിക്കുന്നത് ശാപം ഉള്ളതുകൊണ്ടും ശാപം പോകാതിരിക്കാൻ പുതിയ ശാപം വരാനുമുള്ള ഒരു തന്ത്രമാണ്. ഈ തന്ത്രം തിരിച്ച് അറിഞ്ഞില്ലെങ്കിൽ ശാപത്തിന്മേൽ ശാപം കൂടിക്കൊണ്ടേയിരിക്കും, അനുഗ്രഹങ്ങൾ ചോർന്നുകൊണ്ടിരിക്കും, ഒന്നും അനുഭവിക്കാനൊക്കെ ഇല്ലാന്നാണ് 109 സങ്കീർത്തനം. ഇതെല്ലാവർക്കും ഉണ്ട്, എല്ലാ തലമുറയിലും ഉണ്ട്. എല്ലാ വീട്ടിലും എല്ലാ വ്യക്തികളിലും ഈ ശാപത്തിൻ്റെ ഒരു അംശം ഉള്ളതുകൊണ്ടാണ് നമുക്ക് 100% പ്രാണൻ സ്വർഗത്തിൽ കയറാനൊക്കാത്തതും കിട്ടുന്ന അനുഗ്രഹങ്ങൾ അനുഭവിക്കാനൊക്കാത്തതും ഒന്നുകൊണ്ടും തൃപ്തിപ്പെടാനൊക്കാത്തതും എല്ലാം ഈ ശാപം ഉള്ളതുകൊണ്ടാണ്. ആ ശാപത്തിന്മേൽ ന്യായവിധി വരുത്തി ആ ശാപം പൊട്ടിക്കാനുള്ള ഒരു ശുശ്രൂഷയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പൂർവികരുടെ ശാപം നമ്മളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്, നമ്മൾ ശാപം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ 109 സങ്കീർത്തന പ്രകാരമുള്ള ആ ശാപത്തിന് പരിഹാരം വരുത്തുവാൻ ഇന്നത്തെ കുർബാന ഒതുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അത് ആഗ്രഹിക്കുന്നവർക്ക്, ദൈവമേ എൻ്റെ വാക്ക് പ്രവർത്തിക്കുന്ന മുതലേ ശാപം ഉണ്ടായിരുന്നു, അത് വർദ്ധിക്കത്തക്ക വിധത്തിൽ ഞാൻ വചനപ്രകാരം അല്ലാതെ പലതും പറഞ്ഞിട്ടുണ്ട്, പ്രവർത്തി പലരെയും വേദനിപ്പിച്ചിട്ടുണ്ട്, ദുഃഖിപ്പിച്ചിട്ടുണ്ട്, ഒക്കെ ക്ഷമിക്കണം. ഞങ്ങൾക്ക് ഇന്നു മുതൽ ആ ശാപത്തെ പൊട്ടിച്ച് ശാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് 1000 തലമുറയ്ക്ക് ഒരു അനുഗ്രഹം കൊടുക്കുന്നവരാകുവാൻ, ഞങ്ങളുടെ മരിച്ച വശത്തെ ഉയർപ്പിക്കുവാൻ നിന്റെ ശബ്ദം ഞങ്ങൾ കേൾക്കുന്നു, ഞങ്ങൾ ഉയർപ്പിക്കണമേ, ശക്തീകരിക്കണമേ, സ്വതന്ത്രമാക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിപ്പോൾ ഒരിക്കൽ കൂടെ പാവത്തിന് പ്രാർത്ഥനയ്ക്കായിട്ട് ദൈവത്തിലേക്ക് നമ്മുടെ ഹൃദയം കയറണം. നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. പിതാവിലും പുത്രനിലുള്ളതായ നമ്മുടെ വിശ്വാസം നമ്മൾ പുതുക്കിയിരിക്കുന്നു. ഈ സമയം പരിശുദ്ധാത്മാവിലും സഭയിലും ഉള്ളതായ വിശ്വാസം നമ്മൾ പുതുക്കുന്ന സമയം ശാപം വന്ന വഴി മനസ്സിലാക്കി അത് തിരിച്ചയച്ച് അതിനെ
കാൽവറി മലയിലൂടെ നമുക്ക് പാതാളത്തിലേക്ക് തിരിച്ചുവിടാൻ സാധിക്കും. ലഘുവൻ ബാധിച്ച മനുഷ്യന്റെ ശാപവും അശുദ്ധിയും പാവങ്ങളും രോഗങ്ങളുമെല്ലാം 2000 പന്നികളിലൂടെ സമുദ്രത്തിലേക്ക് പറഞ്ഞയക്കാൻ സാധിച്ചതുപോലെ നമ്മളുടെയും നമ്മുടെ പൂർവികരുടെയും പാപശാപങ്ങൾ, അതിൻ്റെ പുറയിൽ അവകാശമുള്ള തിന്മയുടെ ശക്തികൾക്ക് അവർ ചോദിക്കുന്ന പകരം കൊടുത്ത് ഇപ്പോൾ അതിനെ പറഞ്ഞു വിടുകയാണ്. കർത്താവ് നമുക്ക് വേണ്ടി ശാപമാക്കപ്പെട്ടു, പാപമാക്കപ്പെട്ടു, പാപം വഹിച്ച് കാൽവറിയിൽ മരിച്ചുകൊണ്ട് ഇനിയും നമ്മൾ ശപിക്കപ്പെട്ടതായിരിക്കേണ്ട ഒരു കാര്യവുമില്ല. ആ വിശ്വാസം ഉറച്ച അടിമനസ് വരെ ചെല്ലുമ്പോഴാണ് ശാപത്തിലിരിക്കാൻ ഇടവില്ലാതായത്. നമ്മുടെ അവിശ്വാസം കൊണ്ടും അല്പവിശ്വാസം കൊണ്ടും മിഥ്യാബോധം കൊണ്ടും നമ്മുടെ തെറ്റിദ്ധാരണകൾ കൊണ്ടുമാണ് കർത്താവിൻ്റെ ഈ അനുഗ്രഹം നമുക്ക് കിട്ടാതെ പോകുന്നത്. എല്ലാ മുൻവിധികളോടും എല്ലാ മിഥ്യാബോധങ്ങളോടും എല്ലാ അവിശ്വാസങ്ങളോടും യാത്ര പറഞ്ഞിട്ട് എൻ്റെ യേശു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എന്നെ വഹിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി മരിച്ചു ഉയർത്തുന്നതിന് സ്വർഗ്ഗാരോഹണം ചെയ്തു. ഇനി ഒരു പാപത്തിനും ഒരു ശാപത്തിനും ഒരു രോഗത്തിനും വല്ല അവകാശമില്ലെന്ന് പൂർണ്ണമായി ചോദിക്കാമെങ്കിൽ അതിപ്പോൾ പോയിരിക്കും. ആ വിശ്വാസമാണ് ഇപ്പോൾ ചോദിക്കാൻ പോകുന്നത്. അത് ഇതുവരെ ആയിട്ടും ആ വിശ്വാസത്തിൻ്റെ ആ നല്ലവരം നമുക്ക് തരാതിരിക്കാൻ പിശാച് തന്ത്രപൂർവ്വം നമ്മളെ തടഞ്ഞു വെച്ചിരിക്കുന്ന ആ തടസ്സങ്ങളെ ഇപ്പം മാറ്റാൻ പോവുകയാണ്. ഈ കാര്യത്തിൽ സഭ നിങ്ങളെ വേണ്ട തരത്തിൽ ഒരുക്കിയില്ല മെരുക്കിയില്ല എന്നുള്ളതിൽ ആ കുറ്റബോധം പുരോഹിതരായ ഞങ്ങൾക്കുമുണ്ട്. ഞങ്ങളിതെല്ലാം ചൊല്ലിക്കൂട്ടി കിട്ടുന്ന വാങ്ങിച്ചുകൊണ്ട് നടന്നു എന്നല്ലാതെ ജനങ്ങൾ രക്ഷപ്പെടണമെന്നോ അവിടെ ശാപമാണോ എന്നോ നിർബന്ധമില്ലാഞ്ഞുകൊണ്ടാണ് ഈ 2.5% ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ ചുരുങ്ങി ഉള്ളവർ തന്നെ തൊഴുത്തി കുത്തി കിടന്ന് കളിക്കുന്നത്. ഈ ഗതികേട് മാറി നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് ശത്രുക്കൾ കാണുമ്പോൾ അനുഗ്രഹം വയ്ക്കാൻ നമ്മുടെ അടുത്ത് വരും. നമ്മൾ അനുഗ്രഹമാകണം, നമ്മുടെ അനുഗ്രഹം കൊടുക്കുന്നവരാകണം. അങ്ങനെ ഇന്ത്യയിലുള്ളവർ മുഴുവനും ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, അത് ഞങ്ങൾ കിട്ടാൻ എന്താ മാർഗം? ഞങ്ങൾ വിശ്വസിച്ച് യേശുവിനെ നിങ്ങൾ വിശ്വസിക്കാൻ മാത്രം പറഞ്ഞാൽ മതി, അവർക്കും അനുഗ്രഹം കിട്ടിയിരിക്കും. അങ്ങനെ ഇങ്ങനെ കൈമാറി കവിഞ്ഞൊഴി 1000 തലമുറയ്ക്ക് പോകാൻ നമ്മുടെ ഭാഗത്തുള്ള ഓരോ കുറവും നമുക്ക് ക്ഷമ ചോദിക്കാം. നമ്മുടെ വാക്ക് പ്രവൃത്തി ചിന്തയിൽ ശാപം വരുന്ന വഴി അടച്ചിട്ടില്ല, അനുഗ്രഹം വരുന്ന വഴി തുറന്നിട്ടുമില്ല. അത് രണ്ടും ഇപ്പോൾ ചെയ്യാൻ പോവാം. ശാപം വരുന്ന വഴി അടയ്ക്കുക, ശാപം അനുഗ്രഹം വരുന്ന വഴി തുറക്കുക. അത് നമ്മിൽ നിറയുക, കവിയുക, 1000 തലമുറയ്ക്ക് പോവുക. അതിന് പുരോഹിതന്മാരുടെ പ്രതിനിധിയായി ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. നിങ്ങൾ തമ്മിൽ നമ്മൾ ക്ഷമ ചോദിക്കാവൂ. സഹോദരങ്ങളെ, മാതാപിതാക്കളെ, ഗുരുക്കന്മാരെ ഞങ്ങളോട് ക്ഷമിക്കണം. ഈ കുർബാന അംഗീകരിക്കപ്പെടുവാനുള്ളതാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവിനെ സ്നേഹിക്കപ്പെട്ട വിശ്വാസികൾ, എല്ലാ വാങ്ങിപ്പോയവരെയും നമ്മൾ ഓർക്കുന്നതായ ഈ സുദിനത്തിൽ കഴിഞ്ഞ തലമുറയിൽ നമ്മിലേക്ക് വന്ന ശാപത്തിനെ അതിനെ പൊട്ടിച്ച് തകർത്ത് അനുഗ്രഹത്തിൻ്റെ പുതിയ തലമുറയ്ക്ക് തുടക്കമിടാനായിട്ട് ഈ ദിവസം ദൈവം നമുക്ക് അതിരിക്കുകയാണ്. 150 സങ്കീർത്തന പ്രകാരം കഴിഞ്ഞ തലമുറയിൽ നിന്ന് വന്ന പാവ ശാപങ്ങൾ ഇനിയും നമ്മുടെ അസ്ഥിക്കകത്തോ നമ്മുടെ ഉദരത്തിലോ നമ്മുടെ ശരീരത്തിൻ്റെ പുറത്തോ ഉണ്ടെങ്കിൽ അതിനെ ദൂരീകരിപ്പാൻ ഈ ആരാധനയുടെ ഈ സമയം യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ ആത്മാവ്, യേശുവിൻ്റെ വചനം, യേശുവിൻ്റെ നാമം ഇവയെല്ലാം ചേർന്ന് നമ്മളെ ശാപവിമുക്തി നൽകുകയാണ്. അത് അടുത്ത തലമുറയിലേക്ക് കടന്നു പോകാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ സമയത്ത് വാങ്ങിപ്പോയ എല്ലാ നമ്മുടെ പ്രിയപ്പെട്ടവരോട് എത്തിയിട്ടുണ്ട്. അവരെ സ്വീകരിക്കാൻ വേണ്ടി ഒരു പായെടുത്ത് അങ്ങോട്ട് ഇട്ടാണ്. വേണ്ട, കണ്ണാരം പൊറോട്ട് ശാലം കൂടെ മാറിയിട്ട് ഒരു പായിട്ടിട്ട് ഒരു കുരിശുമൊക്കെ വെച്ച് 2 മെഴുതിരിയൊക്കെ കത്തിച്ച് വെച്ച് നമ്മളവരെ സ്വീകരിക്കാൻ പോവുക. അങ്ങനെ ഈ ആരാധന സ്ഥലത്ത് ആദാമിൻ്റെ കാലം മുതൽ ഇങ്ങോട്ടുള്ള നമ്മുടെ അപ്പൻ വഴി അമ്മ വഴിയുള്ള എല്ലാ ബന്ധുമിത്രാദികളും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അവർക്ക് നമ്മളോട് ഒത്തിരി സങ്കടം പറയാനുണ്ട്. അവർക്ക് പറയാനുള്ള സങ്കടം എന്നാണെന്നറിയാമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എന്തൊരു വലിയ ഭാഗ്യമാക്കിയിട്ടത്. നിങ്ങൾക്ക് വചനം കേൾക്കാനും അനുദപിക്കാനും പ്രാർത്ഥിക്കാനും ശാപമോക്ഷം പ്രാപിക്കാനൊക്കെ ഒത്തിരി അവസരം ഇതാ ഇന്നും കിട്ടിയിരിക്കുന്നു. ഞങ്ങൾക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ല. ഞങ്ങളെ ഇതൊന്നും പഠിപ്പിക്കാൻ ആളില്ലായിരുന്നു. ഞങ്ങൾക്ക് ഇതിനോട് നേരവുമില്ലായിരുന്നു. ഞങ്ങളിങ്ങനെ വന്നും പോയൊക്കെ നിന്നും ലോകത്തിലെ ചില കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി മോഹിച്ച് ദാഹിച്ച് നടന്നു. അത് നടക്കാഞ്ഞതിൻ്റെ ഇച്ഛാഭംഗവും നിരാശയുമായിട്ട് ഞങ്ങളിങ്ങനെ കടന്നു പോകുന്നു. ധനവാനെ പോലെ വെള്ളം കിട്ടാതെ ഞങ്ങൾ വിഷമിക്കുക. ഇനി ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നത് നിങ്ങളിൽ കൂടെ വഴിയുള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെയും കൂടെയാണ് നിങ്ങളുടെ വസ്തു, ഞങ്ങളുടേതും കൂടെയാണ്. നിങ്ങളുടെ ശരീരം ഞങ്ങളുടേതും കൂടെയാണ്. ഞങ്ങൾക്ക് ശരീരമില്ല. അതുകൊണ്ട് നിങ്ങളോടൊപ്പം ഞങ്ങളും പ്രാർത്ഥിക്കാൻ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ യേശുവിൻ്റെ ശരീരം ഒതുങ്ങിയതുപോലെ നിങ്ങളുടെ ശരീരം കൊടുക്കാമെങ്കിൽ യേശു ചെയ്ത വേലയുടെ വാക്ക് പൂരിപ്പിക്കാൻ നിങ്ങളുടെ ശരീരവും കൂടെ കൊടുക്കണം. കൊലോസ്യർ 1-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ കഷ്ടങ്ങളിൽ
ചില കാര്യങ്ങൾ നമുക്ക് വേണ്ടി മാറ്റിയിട്ടിട്ടുണ്ട്. മുഴുവൻ അനുഭവിക്കാൻ കഴിയില്ലാഞ്ഞിട്ടല്ല, നമ്മളുള്ള സ്നേഹം കൊണ്ട് കുറച്ച് മാറ്റിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നുള്ളതായ നാശമോ നഷ്ടമോ സങ്കടമോ ദുഃഖമോ രോഗമോ ക്ഷീണമോ യേശു വഹിച്ചതിൻ്റെ ബാക്കി ഒരു 1% ഉള്ളൂ. 99% വഹിച്ചു, 1% നമുക്ക് ബാക്കി ഇട്ടിരിക്കുക. അതെന്തിനാ? പൂരിപ്പിക്കാനാണ്. എന്നിട്ട് നമുക്ക് കർത്താവ് നമ്മളും കൂടി പ്രശ്നം പരിഹരിച്ചു എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയാണ്. എന്താ നമുക്ക് സർട്ടിഫിക്കറ്റ് തരാനാ? കർത്താവാണ് അതിൻ്റെ പ്രധാന പണിയൊക്കെ ചെയ്തത്. പക്ഷേ കർത്താവിനും സഭയ്ക്കും കൂടെ ഒന്നിച്ച് അതിൻ്റെ ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടി നമുക്ക് ദൈവം ഇതൊക്കെ ഇട്ടിരിക്കുകയാണ്. അത്രയേ ഉള്ളൂ, 1% ഉള്ളൂ. അതുപോലെ നമുക്ക് സഹിക്കാൻ മേലെങ്കിൽ പിന്നെ നമുക്ക് സ്നേഹമുണ്ടോ? നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ കർത്താവിനോട് പറയണം, കർത്താവ് ഇത്രയും തന്നത് പോയ ശകലം കൊണ്ട് നീ ഞാൻ മുഴുവൻ അനുഭവിച്ചതിനാ, ശകലം കൂടെ എനിക്ക് തരാൻ മേലെന്ന് ചോദിക്കും. പരിശുദ്ധന്മാരൊക്കെ ചോദിച്ച് വാങ്ങിച്ചവരാ. ഏതാ പരിശുദ്ധന്മാർ യേശുവിനുള്ള സ്നേഹം മൂത്ത് കഴിയുമ്പോൾ കർത്താവ് എനിക്ക് കഷ്ടം പോരാ, എനിക്ക് ഇനിയും വേണം എന്ന് പറയുമ്പോൾ പഞ്ചശതങ്ങൾ കൊടുത്തവരുണ്ടെന്നാണ് പറയാം. പഞ്ചശതം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ പഞ്ചമുറിവുകൾ ശരീരത്തിൽ ഏറ്റുവാങ്ങിയവരുണ്ട്. കർത്താവിൻ്റെ ആണി തറച്ചെടുത്ത് അതുപോലൊരു മുറിവ് വരിക, രക്തം ഒഴുകുക, മുൾക്കിരീടം വെച്ചെടുത്ത് തലയിൽ കൂടെ രക്തം വരിക, കയ്യിലും കാലിലും ഞങ്ങിലും ഒക്കെ രക്തം വരുന്ന വേദന ആസ്വദിച്ചവരുണ്ട്. ആ രക്തം അനേകരുടെ സൗഖ്യത്തിനും ആശ്വാസത്തിനും ശാപമോക്ഷത്തിനും ഒതുക്കിയിട്ടുമുണ്ട്. മിസ്റ്റിസിസം എന്ന് പറയുന്ന വിഷയത്തിൽ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസിൻ്റെ ഒരു ഭാഗമാണിത്. മിസ്റ്റിസിസത്തെക്കുറിച്ച് ഗവേഷണം നടത്തിയപ്പോൾ അങ്ങനെയുള്ള വിശുദ്ധന്മാരെക്കുറിച്ചും പഠിക്കാനിടയായി. ഇന്നും അങ്ങനെ ജീവിച്ചിരിക്കുന്ന പഞ്ചശതങ്ങളുള്ള വിശുദ്ധന്മാരും വിശുദ്ധിയുണ്ട്. അത്രയില്ലെങ്കിലും വരുന്ന മുറിവെങ്കിലും ഒന്ന് സ്വീകരിച്ചുകൂടെ? കിട്ടുന്ന മുറിവെങ്കിലും ഇത്രയെങ്കിലും കിട്ടിയല്ലോ എന്ന് പറഞ്ഞാൽ അതൊരു ഒരു പ്രിവിലേജ് ആയതൊരു വലിയ പദവിയായി ഏറ്റുവാങ്ങി നന്ദി പറയണം. മുറിവുകളും ചതവുകളും കർത്താവിൻ്റെ മുളയൊട്ടിക്കുവാനും കർത്താവിൻ്റെ നല്ല ഫലം കായ്ക്കുന്ന കമ്പുകൾ ഗ്രാഫ്റ്റ് ചെയ്യാനും നല്ല സ്ഥലങ്ങളായി കർത്താവ് മാറ്റും. അപ്പോൾ നമുക്കും വിശുദ്ധരായി തീരാൻ സാധിക്കും. ശാപങ്ങൾ ഒഴുകിപ്പോകാൻ വേണ്ടിയാണ് നമുക്ക് മുറിവും ചതവും വരാൻ ദൈവം സമ്മതിക്കുന്നത്. അശുദ്ധ രക്തമുള്ളവർക്കൊരു മുറിവുണ്ടാകുന്നത് നല്ലതാണ്. കാര്യം തന്നെ കുറച്ച് രക്തം അതിലേക്ക് പോകും, എന്നിട്ട് നല്ല രക്തം കുത്തിവെച്ചാൽ അസുഖം മാറി. അപ്പോൾ യേശുവിൻ്റെ രക്തം മുഴുവനും സ്വർഗത്തിൽ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കും. ഒരു ബ്ലഡ് ബാങ്ക് ഉണ്ട് അവിടെ. യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് വേർപെട്ട രക്തം അത് മനുഷ്യജാതിക്ക് മുഴുവൻ വേണ്ടി ഇപ്പോഴും ബാങ്കിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അത് ആവശ്യക്കാർക്കെല്ലാം കൊടുക്കുക. അപ്പം മുറിവും ചതവും ഉണ്ടായി നമുക്ക് ഏതെങ്കിലും കഷ്ടങ്ങൾ വന്നാൽ ഉടനെ വിവരം അറിയിച്ചാൽ നല്ല രക്തം നല്ല ജീവൻ ആ ഭോജനം പകർന്ന് കിട്ടും. അങ്ങനെ നമ്മുടെ ശരീരം മുഴുവനായി കർത്താവിൻ്റെതായി തീരുമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അവിടെ നമ്മുടെ കഴിഞ്ഞ പൂർവ്വ തലമുറക്കാർക്ക് ഈ ഭൂമിയിൽ വെച്ച് ശരിക്കും ജീവിക്കാനൊക്കത്തില്ല, അവർക്ക് ശരിക്ക് രക്ഷപ്പെടാനൊത്തില്ല, പ്രാണം മുഴുവൻ സ്വർഗ്ഗത്തിൽ എത്തിക്കാനൊത്തില്ല. അതിന് ബാക്കി ഇന്നും നമ്മളിൽ കൂടെ ആ വേല തുടരാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് അവർ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് അവരോട് ക്ഷമ ചോദിക്കാനുള്ള നല്ലൊരു അവസരമായിപ്പോൾ കേട്ടോ. വാങ്ങിപ്പോയവർക്ക് നമ്മളോടും നമുക്ക് അവരോടും ചില പരിഭവങ്ങളും പരാതികളും ഒക്കെ ഉണ്ട്. അതെല്ലാം മാറി ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചാലേ അനുഗ്രഹം കിട്ടുകയുള്ളൂ. പരിഭവങ്ങളും പരാതികളും വരുത്തുന്നത് വിടവുണ്ടാക്കാനാണ്. വിടവുണ്ടാക്കിയിട്ട് പിശാചിനോട് കയറിയിരിക്കാനുമാണ്. അവൻ ഇടം കൊടുക്കരുതെന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ്. അതുകൊണ്ട് വിടവിൽ കൂടെ ശത്രു കയറും, ശാപം കയറും, പുതിയ ശാപങ്ങൾ വരും. അത് വരാതിരിക്കാൻ എല്ലാ വിടവുകളും അടച്ച് നമ്മുടെ വാങ്ങിപ്പോയ എല്ലാവരോടും ക്ഷമ ചോദിച്ച് അവരുടെ കാലെ പിടിക്കാൻ വേണ്ടിയാണ് ഈ പായിട്ടിരിക്കുന്നത്. കുമ്പിടാനായിട്ട് ആരോഗ്യമില്ലാത്തിരുന്ന് തലകുനിച്ച് കുരിശ് വരച്ചിട്ട് കർത്താവ് ക്ഷമിക്കണം, ഈ കുമ്പിട്ട് കാലെ പിടിക്കാൻ നേരെയില്ല, ഞാൻ തലകുനിച്ച് ഞാനവർ ക്ഷമ ചോദിക്കുന്നത്. തലകുനിച്ചോ കുമ്പിട്ടോ നമുക്കിപ്പോൾ അവരോട് ക്ഷമ ചോദിച്ച് ഒരുമനപ്പെട്ട് യേശു കാൽവരിയിൽ നമ്മളെ വഹിച്ചുകൊണ്ട് പാപശാപങ്ങൾ പരിഹാരം വരുത്തത് 100% എനിക്ക് കൈപ്പറ്റണം. അതിൽ സ്വർഗ്ഗകോടതിയുടെ വിധി മാറ്റി എഴുതി, പക്ഷെ നടപ്പിലാക്കണം. നമ്മുടെ എല്ലാവരുടെയും പാപശാപങ്ങൾ എൻ്റെ മേലാക്കിയിരിക്കുന്നത് കർത്താവ് പറഞ്ഞു. സ്വർഗ്ഗകോടതി വിധി നടപ്പിലാക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. കോടതി വിധി ഉണ്ടായാലും നടത്തിയെടുക്കുക എന്ന് പറയുന്ന മറ്റൊരു, അതിനും പിന്നെയും കേസ് കൊടുക്കണം. കോടതി വിധി നടപ്പിലാക്കണമെങ്കിൽ ഇത്രാം തീയതി നടന്ന വിധി നടപ്പിലാക്കാൻ വേണ്ടി ഞാൻ കോടതിയിൽ വന്നിരിക്കുന്നു പറയുമ്പോൾ അതിന് പോലീസിനെയൊക്കെ വിട്ട് പകരമൊക്കെ കൊടുത്ത് കാര്യങ്ങൾക്ക് നടത്തി തരാൻ സമയമെടുക്കും. അതുകൊണ്ട് യേശു നമുക്ക് നമ്മുടെ എല്ലാ പാപശാപങ്ങളും പരിഹാരം വരുത്തി കഴിഞ്ഞു. ഇനി അതുകൊണ്ട് നടക്കേണ്ട ഒരു കാര്യമില്ല. ഇനി ആർക്കെങ്കിലും അതുണ്ടെങ്കിൽ നമ്മൾ വിശ്വസിക്കാത്തതുകൊണ്ടും അനുസരിക്കാത്തതുകൊണ്ടും നമ്മൾ നടപ്പിലാക്കാത്തതുകൊണ്ടുമാണ് നിത്യകുർബാനകളും നമ്മുടെ നോയമ്പുകളും ഉപവാസവും എല്ലാം കിട്ടിയ കോടതി വിധി എടുക്കാൻ വേണ്ടിയുള്ള നമ്മുടെ ബന്ധപ്പാടാണ്. അത് ആഗ്രഹിക്കുന്നവർക്ക് എഴുന്നേൽക്കാം. അവർക്ക് വേണ്ടി ഇപ്പോൾ ധൂപപ്രാർത്ഥന നടത്താൻ പോവുകയാണ്. കേൾവിക്കാരുടെ പ്രതിയായിട്ട് ഒരു മെമ്മോറാണ്ടം സമർപ്പിക്കണം. മൈക്ക് അങ്ങോട്ട് കൊടുത്താട്ടെ. ഈ സങ്കേത ഭവനത്തിൽ വരുന്നവരുടെ എല്ലാം പാപവും ശാപവും രോഗവും എല്ലാം ഇവിടെ വരുന്ന കാണിക്കയെടുത്ത് അനാഥർക്ക് കൊടുത്ത് പരിഹാരം വരുത്തുക. ദാനിയേൽ
4-ാം അധ്യായത്തിൽ അങ്ങനൊരു വചനമുണ്ട്. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നിലനിൽക്കണമെങ്കിൽ, ശാപങ്ങൾ മാറണമെങ്കിൽ സാധുക്കളോട് കരുണ കാണിക്കണം. അതുകൊണ്ട് ഈ ഭണ്ഡാരത്തിൽ ഇടുന്ന പൈസ എടുത്ത് സാധുക്കൾക്ക് 2-3 അനാഥ മന്ദിരങ്ങൾക്ക് ആഹാരം കൊണ്ടു കൊടുക്കുകയാണ്, ഇവിടെ വരുന്നവർക്കും കൊടുക്കുകയാണ്. അപ്പോൾ അത് എടുത്തുകൊണ്ട് പോകുന്ന ആളിൻ്റെ കയ്യിൽ ചിലപ്പോൾ ശാപം കയറി പിടിക്കാൻ സാധ്യതയുണ്ട്. കാര്യം തന്നെ ഈ കൊണ്ട് ഇടുന്ന പൈസയുടെ കൂടെ നിങ്ങളുടെ പാവവും ശാപം കൂടെ അങ്ങോട്ട് വീഴുന്നത്. അത് ഈ കൈകാര്യം ചെയ്യുന്നവർ കൈ തങ്ങി നിൽക്കാൻ സാധ്യതയുണ്ട്. ഈ ഭണ്ഡാരം പൊട്ടിച്ച് എടുത്ത് അനാഥം കൊടുക്കുന്നയാളുടെ കൈക്ക് ഇപ്പോൾ ഒരു വേദനയുണ്ട്. അതൊന്ന് തീർക്കാൻ പോവുക. ആളൊന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ വരുന്നവരുടെ കാണിക്കയൊക്കെ എടുത്ത് അനാഥരെ സംരക്ഷിച്ച് നമുക്ക് അനുഗ്രഹം വിളമ്പി തരുന്ന ഒരു കൈയാണ്. ആഹാരവും അനുഗ്രഹമൊക്കെ വിളമ്പി തരുന്നു. ആളുടെ കൈക്ക് വേദനയുണ്ട്, തലയ്ക്ക് വേദനയുണ്ട്, ഉദരത്തിന് വേദനയുണ്ട്. ആളിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണ്ടേ? പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ വാങ്ങിപ്പോയുടെ ഓർമ്മകൾ ഉണ്ടാകുന്ന ഈ ഞായറാഴ്ച കർത്താവെ, ഞങ്ങൾ ഞങ്ങളുടെ ആലയത്തിൽ കർത്താവെ കൂടി ഒരു മനസ്സോടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഞങ്ങളുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം സമർപ്പിക്കുന്നു. ഇന്ന് കേട്ട വചനപ്രകാരം കർത്താവെ ഞങ്ങളെ ശോധന ചെയ്യുമ്പോൾ കർത്താവെ നിന്റെ തിരുമുമ്പിൽ നിൽക്കുവാനുള്ള യോഗ്യതയൊന്നുമില്ല. എന്നുമ്പരാനെ ഞങ്ങൾ വാങ്ങിപ്പോയവർക്ക് കർത്താവെ ഞങ്ങൾക്കും അവർക്കും പരിഭവമുണ്ട്. അവർക്ക് ശരീരമില്ലാത്തതുകൊണ്ട് കർത്താവെ അവർക്ക് പൂർണ്ണാവസ്ഥയിലെത്തുവാൻ കർത്താവെ കഴിയാത്തതുകൊണ്ട് ദൈവത്തിൻ്റെ വചനപ്രകാരം കർത്താവെ ഇന്ന് ഞങ്ങളുടെ തിരുസന്നിധിയിൽ കർത്താവ് ഒന്നിച്ചുകൂടിയിരിക്കുന്നു. കർത്താവെ അവരുടെ നഷ്ടപ്പെട്ട വശങ്ങളെ വീണ്ടെടുക്കുവാനും ഞങ്ങൾ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നെങ്കിലും ഞങ്ങൾ നഷ്ടപ്പെട്ട വശങ്ങൾ കർത്താവ് ഉണ്ടെന്നും കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ. ആ പ്രാണനെല്ലാം വീണ്ടെടുത്ത് നിന്റെ സന്നിധി കർത്താവ് കത്തിയൊരുക്കാൻ തക്കപോലെ ദൈവം നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനേക ലോകത്തിൻ്റെ മുഴുവൻ്റെയും കർത്താവ് രക്ഷയ്ക്ക് വേണ്ടി നീ ഞങ്ങളുടെ പാപശാപങ്ങൾ ഏറ്റെടുത്ത് കർത്താവ് കാൽവരി യാഗമായി തീർന്നു. ദൈവം തന്നെ ഞങ്ങൾക്ക് ഇനി ആ പൂർണ്ണ രക്ഷ കൈവരിക്കാൻ വേണ്ടി കർത്താവെ ഞങ്ങൾ നിത്യം കർത്താവ് നിന്റെ സന്നിധിയിൽ കർത്താവ് വിശ്വസ്തയോടെ നിൽക്കുവാനും നീതിയോടെ നിൽക്കുവാനും കർത്താവ് നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സംഗീതബന്ധ പൂർണ്ണമായിട്ട് തിരുമ്പാവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ആവശ്യത്തിനോട് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേക പേരുടെ പാപശാപങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ നിൽക്കുമ്പോൾ കർത്താവെ തളർച്ചകളും ക്ഷീണങ്ങളും കർത്താവ് വിഷമങ്ങളും ഉണ്ടാകുന്നതും കർത്താവ് നീ ഓരോ ദിവസവും കൈ പിടിച്ച് നടത്തുന്ന കൃപയോർത്തിന് നമ്മയോട് ആസ്വദിക്കുന്നു. കർത്താവെ നീ കർത്താവെ നിന്റെ ആവശ്യത്തിനോട് കരുണയായിരുന്നുകൊണ്ട് ഇതിൻ്റെ ശേഷിക്കുന്ന കാലങ്ങൾ മുഴുവൻ കർത്താവിൻ്റെ പൂർണ്ണാവസ്ഥ എത്തുവാൻ തക്കോളം നീ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൂടെ ശുശ്രൂഷിക്കുന്ന എല്ലാവരും നീ അനുഗ്രഹിക്കണമേ. അനേക പേരുടെ പാപശാപങ്ങളാണല്ലോ കർത്താവെ കാണിക്കൽ കൂടെ അവിടെ വരുന്നത്. കർത്താവെ അതെടുത്ത് കൈകാര്യം ചെയ്യുമ്പോൾ കർത്താവെ ഇന്നലെ മധ്യസ്ഥ പ്രാർത്ഥനയും കർത്താവെ ഓർപ്പിച്ചതുപോലെ തന്നെ ദൈവനമ്പുരാനെ അനേക പേരുടെ പാപശാപങ്ങൾ ഏറ്റെടുത്ത് കർത്താവ് കൈകാര്യം ചെയ്യുമ്പോൾ കർത്താവെ ഒരുക്കപ്പെടാത്ത കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ കർത്താവെ, അത് വിവേചിച്ച് കൈകാര്യം ചെയ്യാൻ തക്കോളം നീ അവിടെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വന്നിരിക്കുന്ന ശാപബന്ധനങ്ങളെ കർത്താവെ നിന്റെ കാലുവരെ കുറിച്ചും ചോദിച്ചത് സമർപ്പിക്കുന്നു. നിന്റെ നാമത്താലും നിന്റെ വചനത്താലും നിന്റെ രക്തത്താലും കർത്താവെ നീ വിടുതൽ തന്നുകൊണ്ട് കർത്താവെ ഞങ്ങളെ നീ ശുദ്ധീകരിച്ച് ഇന്ന് നിന്റെ തിരുശരീരം രക്തം ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും കർത്താവെ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ബന്ധനങ്ങളെയും എല്ലാ കെട്ടുകളെയും കർത്താവെ നിന്റെ കാൽവരി കുരിശിന്റെ ചുവട്ടിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാ പാപശാപങ്ങളും എല്ലാ ബന്ധനങ്ങളും എല്ലാ കെട്ടുകളും എല്ലാ ഊർജ്ജങ്ങളും കർത്താവ് നേർച്ചയാഴ്ചകളും എല്ലാം കർത്താവ് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ അനുഗ്രഹം കൊണ്ട് കർത്താവ് നിറയുന്നവരായി തിരുവനന്തപുരം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുന്നു. ആയുധം അങ്ങിക്കുമുള്ള പിതാവിനുള്ള പരിശുദ്ധാത്മാൻ ഇപ്പോഴും തന്നെ. നന്മയാൽ തിന്മയെ ജയിക്കുന്ന വലിയ യുദ്ധമാണ് 9 നോമ്പ് അടുത്ത ഞായറാഴ്ച ശുഭക്കോനോ ശുശ്രൂഷ ചെയ്യുന്നതോടുകൂടി ആരംഭിക്കാൻ പോവുകയാണ്. വരാൻ പോകുന്ന 50 നോമ്പ് നമ്മുടെ പരാജയങ്ങളെ വിജയത്തിന് ചവിട്ടുപടിയാക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ സഭയുടെ ആരംഭഘട്ടത്തെ രാജാക്കന്മാർ നാട് ഭരിച്ചിരുന്ന കാലത്ത് തുടങ്ങിയ ഒരു തുടക്കമാണ്, നല്ലൊരു പാരമ്പര്യമാണിത്. വാങ്ങിപ്പോയ പുരോഹിതരെയും മരിച്ചവരെയും ഓർക്കുന്ന പതിവ്. സഭയുടെ ആരംഭഘട്ടത്തിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ രാജ്യത്തിന് വേണ്ടി മരിച്ച വീരഭടന്മാരുടെ കല്ലറകളിൽ പോയി അവിടെയെല്ലാം തിരി കത്തിച്ചു വെച്ച് സമരവീര്യം ഉൾക്കൊണ്ട് വലിയ ധീരതയോടെ യുദ്ധം ചെയ്ത് ജയിച്ച പാരമ്പര്യം നമുക്കുണ്ട്. നന്മയാൽ തിന്മയെ ജയിക്കുന്ന യുദ്ധത്തിന് നമ്മൾ ഒരുങ്ങുമ്പോൾ വാങ്ങിപ്പോയ പുരോഹിതരുടെയും വാങ്ങിപ്പോയ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരുടെയും കല്ലറകളിൽ പോകുമ്പോൾ അവർക്ക് നമ്മളോട് പറയാനുള്ള ചില സന്ദേശങ്ങളുണ്ട്. അവിടെ അസ്ഥികൾ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ ജീവിതം നമ്മളോട് പറയുന്ന, മൂകമായി പറയുന്ന, മക്കളെ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്ക് പല പരാജയങ്ങൾ സംഭവിച്ചു, അത് നിങ്ങൾക്ക് വരല്ലേ.
ഞങ്ങളുടെ പരാജയം നിങ്ങൾ വിജയത്തിൽ ചവിട്ടുപടിയാക്കിക്കോണം, നിങ്ങളുടെ വിജയം ഞങ്ങൾക്ക് കിട്ടാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ നമ്മളെ ഉത്ബോധിപ്പിച്ച് വിടുകയാണ്. ഈ ലാഭത്തോടുകൂടി ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് ഈ നോമ്പിലേക്ക് ഒരാഴ്ചയോടെ നമുക്ക് ഒരുങ്ങാനുണ്ട്. അടുത്ത ഞായറാഴ്ച, ഒത്തിരി ഞായറാഴ്ചയോടുകൂടെ 50 നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ഒരുങ്ങുന്നു. അതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും കൈമുത്തിയതായതുകൊണ്ട് സ്വോത്രകാഴ്ചയിട്ട് ആ അനുസൃതയിലേക്ക് പ്രാർത്ഥനയിൽ പോകാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.